ജാഹിലിയ്യത്തിലെ രണതന്ത്രജ്ഞനും ധീരയോദ്ധാവുമായിരുന്നു മദീനയിലെ ഹുലൈർ. ഔസ് ഗോത്രത്തിൻ്റെ ജനസമ്മതനായ നേതാവുമായിരുന്നു അദ്ദേഹം. ഹുലൈറിൻ്റെ അനുയോജ്യനായ പുത്രനായിരുന്നു ഉസൈദ് റളിയല്ലാഹു അൻഹു. ധൈര്യശാലിയും ധർമ്മിഷ്ഠനും അസ്ത്രപടവുമായിരുന്നു അദ്ദേഹം. ഇസ്ലാമിൻ്റെ പ്രഭാകിരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വെളിച്ചം വീശിയപ്പോൾ അദ്ദേഹം അള്ളാഹുവിൻ്റെയും പ്രവാചകൻ്റെയും ഉത്തമദാസന്മാരിൽ അഗ്രഗണ്യനായിത്തീർന്നു. ഒന്നാം അഖബ ഉടമ്പടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച പുത്തൻ വിശ്വാസികളായ മദീന നിവാസികൾക്ക് ഇസ്ലാം മതം പഠിപ്പിക്കുവാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ടേക്ക് അയച്ചു. മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആഗമനം അവിടത്തുകാരിൽ ഒച്ചപ്പാടുണ്ടാക്കി. പൂർവിക വിശ്വാസാചാരങ്ങൾക്ക് നേരെ തലപൊക്കിയ പുതിയ ഭീഷണി ഒരു വിപത്തായി പഴമക്കാർ മനസ്സിലാക്കി. അങ്ങുമിങ്ങും അത് ചർച്ചാവിഷയമായി തീർന്നു. ഉസൈദ് റളിയല്ലാഹു അൻഹുവും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവും പ്രസ്തുത വിഷയത്തെക്കുറിച്ച് പര്യാലോചന നടത്തി. തലപുകഞ്ഞാലോചിച്ചു. അവർ രണ്ടുപേരും മദീനയിലെ ജനനേതാക്കളായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു ഉസൈദിനോട് പറഞ്ഞു, നീ അസ്അദിൻ്റെ വീട്ടിൽ പോകൂ. അവിടെയാണ് ആ പുതിയ മതക്കാരൻ താമസിക്കുന്നത്. അവനെ പിടിച്ച് നീ പുറത്താക്കുക. ഉസൈദ് റളിയല്ലാഹു അൻഹു മടിച്ചില്ല. അദ്ദേഹം ആയുധമണിഞ്ഞു പുറപ്പെട്ടു. കോപാന്തനായി അസ്അദിൻ്റെ വീട്ടിൽ കയറി ചെന്നു. അസ്അദും കൂട്ടുകാരും അപ്പോൾ മിസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വചനം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആഗതൻ്റെ മുഖഭാവം കണ്ട മിസ്അബ് റളിയല്ലാഹു അൻഹു ശാന്തസ്വരത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഇരുന്നാലും അല്പമൊന്ന് ശ്രദ്ധിക്കൂ. വേണമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തിരസ്കരിക്കാം. ഉസൈദ് ബുദ്ധിമാനായിരുന്നു. ഉസൈദുൽ കാമിൽ അഥവാ പരിപൂർണനായ ഉസൈദ് എന്നായിരുന്നു കൂട്ടുകാർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അദ്ദേഹം മിസ്അബിൻ്റെ വചനം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു പരിവർത്തനം അനുഭവപ്പെടുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ആ വചനങ്ങളിൽ അദ്ദേഹം ആകൃഷ്ടനായി തൻ്റെ ആയുധം താഴെ വെച്ചു. മിസ്അബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു കൊണ്ടിരുന്നു. അത് വിശദീകരിക്കുകയും ചെയ്തു. അതിൻ്റെ ദിവ്യശക്തിയിൽ അദ്ദേഹം പരിപൂർണമായി ലയിച്ചു. സദസ്യരിൽ ചിലർ പിന്നീട് പറയുകയുണ്ടായി, ഉസൈദ് വല്ലതും സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇസ്ലാമിന് കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന് മുഖഭാവം കൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു കൊണ്ടിരിക്കെ ഉസൈദ് അത്ഭുത പരതന്ത്രനായി എഴുന്നേറ്റ് പറഞ്ഞു, എന്തൊരു സുന്ദര വചനമാണിത്! നിങ്ങളുടെ മതത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഞാൻ എന്തു വേണം? മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരീരവും വസ്ത്രവും മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കുകയും സാക്ഷ്യവചനം മൊഴിയുകയും ചെയ്യുക. പിന്നീട് നീ നമസ്കാരം നിലനിർത്തുക. അങ്ങനെ ഉസൈദ് റളിയല്ലാഹു അൻഹു തൻ്റെ പഴയ ജീവിതമാർഗത്തോട് യാത്ര പറഞ്ഞു. പുതിയ സരണിയിൽ പ്രവേശിച്ചു. തൻ്റെ നാഥൻ്റെ ഏകത്വം അംഗീകരിച്ചു. അവൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ചു. ഉസൈദ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങി. ഉസൈദിനെ കണ്ട മാത്രയിൽ സഅദ് റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഉസൈദിന് എന്തോ പന്തികേട് പിണഞ്ഞിരിക്കുന്നു. അവൻ്റെ മുഖഭാവം നോക്കൂ. പകയും വിദ്വേഷവും ജ്വലിച്ചിരുന്ന ആ മുഖത്തപ്പോൾ ശാന്തിയുടെയും കാരുണ്യത്തിൻ്റെയും പ്രകാശമായിരുന്നു വിളയാടിയിരുന്നത്. സഅദിനോട് എന്തു പറയണം? ഉസൈദ് ചിന്തിച്ചു. സഅദ് സരള ഹൃദയനാണ്. അവിടെ വക്രതയില്ല. എങ്കിലും അദ്ദേഹത്തോട് കാര്യം തുറന്നു പറയാമോ? അതല്ല ഉത്തമം. അസ്അദിൻ്റെ വീട്ടിലേക്ക് സഅദിനെ എങ്ങനെയെങ്കിലും എത്തിക്കണം. മിസ്അബിൻ്റെ ആ വശ്യസൂക്തങ്ങൾ സഅദ് നേരിട്ട് കേൾക്കണം. സഅദ് അതിൽ ആകൃഷ്ടനാകും, തീർച്ച. അതിനെന്തു മാർഗം? അദ്ദേഹം ചിന്തിച്ചു. ഒരു പൊടിക്കൈ പ്രയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. ഉസൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅദ്, ബനു ഹാരിസ് ഗോത്രക്കാർ അസ്അദിനെ വധിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അസദ് നിന്റെ മാതൃ സഹോദരിയുടെ പുത്രനാണല്ലോ. വാർത്ത കേട്ട മാത്രയിൽ സഅദ് ആയുധമണിഞ്ഞ് അസ്അദിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ ശാന്തരായിരുന്ന അസദും മിസ്അബും കൂട്ടുകാരും പഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉസൈദിൻ്റെ കണക്ക് കൂട്ടൽ തെറ്റിയില്ല.
ഖുർആന്റെ വർഷശക്തി സാദിനെ കീഴ്പ്പെടുത്തി. സഅദ് റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങളിൽ അഗ്രഗണ്യനായി തീർന്നു. ബനുൽ മുസ്തലഖ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കപടവിശ്വാസികളുടെ തലവനായിരുന്ന അബ്ദുല്ലാഹിബ്നു ഉബയ്യ് തൻ്റെ ചില സ്നേഹിതന്മാരോട് പറഞ്ഞു, നിങ്ങൾ മക്കയിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട മുഹമ്മദിനും കൂട്ടുകാർക്കും നിങ്ങളുടെ നാട് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. നിങ്ങൾ അവർക്കെതിരെ ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ അവർ അവരുടെ പാട്ടിന് പോകുമായിരുന്നല്ലോ. ഏതായാലും മദീനയിൽ മടങ്ങിയെത്തിയാൽ മാന്യന്മാരായ നാം ആ നിന്ദ്യരെ അവിടെ നിന്ന് പുറത്താക്കുക തന്നെ വേണം. പ്രസിദ്ധ സ്വഹാബിവര്യനായിരുന്ന സയ്യിദ് ഇബ്നു അർക്കം അബ്ദുല്ലാഹിബ്നു ഉബയ്യിൻ്റെ വാക്കുകൾ കേട്ടു. അദ്ദേഹത്തിന് അത് നബി തങ്ങളെ അറിയാതിരിക്കാൻ നിർവാഹമുണ്ടായിരുന്നില്ല. അദ്ദേഹം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേട്ടപ്പോൾ ദുഃഖിതനും നിരാശനുമായി ഉസൈദിനോട് പറഞ്ഞു, നിങ്ങളുടെ സ്നേഹിതൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഉസൈദ് ചോദിച്ചു, ഏത് സ്നേഹിതൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു ഉബയ്യ്. ഉസൈദ് വീണ്ടും ചോദിച്ചു, അവൻ എന്തു പറഞ്ഞു? നബി തങ്ങൾ മറുപടി പറഞ്ഞു, മദീനയിൽ മടങ്ങിയെത്തിയാൽ നിന്ദ്യന്മാരായ ഞങ്ങളെ അവർ പുറത്താക്കുമെന്നും. ഉസൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു ആണ് സത്യം. നബിയെ, നിങ്ങളായിരിക്കും അവനെ മദീനയിൽ നിന്ന് പുറന്തള്ളുക. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം നിന്ദ്യൻ അവനാണ്, സത്യവിശ്വാസികൾ മാന്യന്മാരും. പിന്നീട് ഉസൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അവനോട് സഹതാപം കാണിക്കണം. കാരണം അവൻ്റെ അനുയായികൾ അവന് വേണ്ടി ഒരു കിരീടം തയ്യാറാക്കി വെച്ചതായിരുന്നു. മദീനയിലെ രാജാവായി അവനെ വാഴിക്കാൻ വേണ്ടി ഒരുങ്ങിയതായിരുന്നു. അപ്പോഴാണ് നിങ്ങളുടെ ആഗമനമുണ്ടായത്. അലസിപ്പോയ പ്രസ്തുത പരിപാടിക്ക് വിഘ്നം വരുത്തിയത് ഇസ്ലാമാണെന്ന് അവൻ വിശ്വസിക്കുന്നു. അതുകാരണം അവൻ ഇന്ന് ഇസ്ലാമിനോട് വിദ്വേഷമാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം പുതിയ ഖലീഫയുടെ തെരഞ്ഞെടുപ്പ് പ്രശ്നത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള അൻസാരികൾ പുതിയ ഖലീഫ അൻസാരികളിൽ നിന്നായിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ അൻസാരികളിൽ പ്രമുഖനായ ഉസൈദ് റളിയല്ലാഹു അൻഹു വാദിച്ചത് പുതിയ ഖലീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരായ മുഹാജിറുകളിൽ നിന്നാവണമെന്നായിരുന്നു. ഹിജ്റ 20-ാമത്തെ വർഷം ഷഅബാനിൽ ഉസൈദ് റളിയല്ലാഹു അൻഹു നിര്യാതനായി. ഉമർ റളിയല്ലാഹു അൻഹു അടക്കം പ്രസിദ്ധരായ സ്വഹാബികൾ ആ മയ്യത്ത് തങ്ങളുടെ ചുമലിൽ ബഖീയിലേക്ക് ചുമന്നു അവിടെ മറവ് ചെയ്യുകയും ചെയ്തു.